ഒരു ശക്തി നമുക്ക് വന്നിട്ടുണ്ട്. അത് പ്രപഞ്ചത്തിന്റെ ശക്തിയാണ്. പല രോഗങ്ങൾ തീരുന്ന ഒരു ക്ഷേത്രമാണ്. കാരണം അതിനകത്ത് ഒരുപാട് ചിട്ടകളും നിയമങ്ങളുമുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്നവരുടെ എല്ലാം ഓരോ കുടുംബം തകർന്നു പോയവരുടെയാണ് ആവാഹിച്ച് ഇവിടെ ഇരുത്തിയേക്കുന്നത്. ഇവിടെ എല്ലാത്തിലും പല മതക്കാരും ഒന്നായാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഏറ്റവും ഉത്തമത്തിൽ വന്നേക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ ജാതി മതം ഇല്ല, എല്ലാം ഒരേ സമമാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. പിന്നെ കുടുംബം തകർന്നു കിടക്കുന്ന കുടുംബത്തിൽ ഒരുപാട് വ്യവസ്ഥകളുണ്ട് എനിക്ക്. അത് വീടിന്റെ ദോഷമുണ്ടെങ്കിൽ ജയിലിലോ പട്ടളപ്പടിക്കോ മാറ്റം വന്നാൽ കണക്ക് തെറ്റുണ്ടോ എന്നെ ഉത്തരവാദമില്ല. അതുപോലെ കണ്ടശീനി വിഷാംശം ഉള്ളിലുണ്ടാവും. അതുപോലെയുള്ള ഓരോ കാര്യങ്ങളും എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മതക്കാരും മതത്തിനനുസരിച്ച് ശരിയായ ഈശ്വര പ്രാർത്ഥന വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ഒരു വിഗ്രഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ 14 മാസമോ അല്ലെ 18 മാസത്തിൽ വരെ കഴിഞ്ഞാലേ അവർക്ക് ഫലം കാണുകയുള്ളൂ. ഓടിപ്പിടച്ച ഒരു ഫലം കാണുകയില്ല. അതാണ് ഇവിടുത്തെ കണക്കുകൾ. ഏറ്റവും ഉത്തമത്തിൽ എന്റെ സർവ്വ ഉത്തരവാദിത്തങ്ങളും മല്ലിയ എന്ന് പറയുന്ന മോളാണ് ഇനി കയറ്റിവിട്ടേക്കുന്നത്. ഇനി മോളോട് ഇത് തന്നെയാണ് പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും. ഇനി അവളിരിക്കുന്ന കാലം വരെ എന്തോരം വഴിപാടുകൾ ഇവിടെ എത്തുന്നു. അതിന്റെ സൗകര്യം കുറവുണ്ട്. പിന്നെ റോഡിന്റെ 450 കിലോമീറ്ററിന്റെ അകലം ഉണ്ട്. റോഡായിട്ടില്ല, കറണ്ടുമായിട്ടില്ല. ഓം നമഃ ശിവായ. ഈ തലമുറ മൊത്തം നിന്റെ സന്തതിയുടെ കാലം വരെ നോക്കിക്കോണം കേട്ടോ. സർവ്വ ഉത്തരവാദിത്വം നിന്നെ ഞാൻ ഏൽപ്പിച്ചേക്കുന്നു കേട്ടോ. जननी
നാദപയോധിതൻ തീരത്തു നടമാടും കാഞ്ചനദീപവിലാസിനി. നാദപയോധിതൻ തീരത്തു നടമാടും കാഞ്ചനദീപവിലാസിനി. ഇഹ പരഗാധേ സുരകുലനാഥേ പരിമളഗാത്രവിലാളിതേ. വേദവിശാരദ സാരഥി കമലേ സ്വരസാധക ഗീതകമേ